നിങ്ങൾക്കറിയാമോ, യജ്ഞകുണ്ഡത്തിൽ 1000 മന്ത്രങ്ങൾ ചൊല്ലിയാലും അവസാനം സ്വാഹ എന്ന് വിളിച്ചില്ലെങ്കിൽ ആ സമർപ്പണം പൂർണ്ണമാക്കില്ല. എന്താണ് ഈ വാക്കിന് പിന്നിലെ രഹസ്യം? അതിപുരാതനമായ കഥയാണിത്. ദക്ഷപുത്രിയായ സ്വാഹാദേവിക്ക് അഗ്നിദേവനോട് തീവ്രമായ അനുരാഗമായിരുന്നു. അഗ്നിയുടെ ജ്വാലകൾക്കൊപ്പം താനും ഉണ്ടാകണമെന്ന് ദേവി ആഗ്രഹിച്ചു. സ്വാഹയുടെ നിർമ്മലമായ പ്രണയവും ഭക്തിയും തിരിച്ചറിഞ്ഞ അഗ്നിദേവൻ അവളെ തൻ്റെ നിത്യപത്നിയായി സ്വീകരിച്ചു. അന്നു മുതൽ അഗ്നിദേവൻ്റെ ജ്വാലകളിലെ ദഹിപ്പിക്കാനുള്ള ശക്തിയായി സ്വാഹാദേവി മാറി. അഗ്നിയുടെ നാവാണ് സ്വാഹ. അതുകൊണ്ടാണ് യജ്ഞശാലകളിൽ മുനിമാർ ഓരോ തവണ ഹവിസ് അർപ്പിക്കുമ്പോഴും സ്വാഹ എന്ന് വിളിക്കുന്നത്. ആ വിളിയുണ്ടായാൽ മാത്രമേ അഗ്നിദേവൻ അത് സ്വീകരിക്കുകയും മറ്റ് ദേവന്മാർക്ക് കൈമാറുകയും ചെയ്യുകയുള്ളൂ. ദേവന്മാർക്ക് ഊർജം പകരാനും പ്രപഞ്ചത്തിൽ മഴയും ഐശ്വര്യവും സമൃദ്ധിയും നിലനിർത്താനുമാണ് ഈ സമർപ്പണങ്ങൾ എന്നാണ് വിശ്വാസം. യജ്ഞശാലയിൽ മുനിമാർ അർപ്പിക്കുന്ന ഹവിസുകൾ ദേവന്മാർക്ക് കൈമാറാനുള്ള അനുമതി പത്രം കൂടിയാണ് സ്വാഹ എന്ന മന്ത്രം. ശ്രദ്ധിക്കുക, സ്വഹ എന്നത് ഗായത്രി മന്ത്രത്തിലെ സ്വർലോകം അർത്ഥമാക്കുന്ന വാക്കുമായി വ്യത്യസ്തമാണ്. എന്നാൽ ഹോമത്തിൽ ഉപയോഗിക്കുന്നത് സ്വാഹ ആണ്.